ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് സ്ഫടികം എന്ന സിനിമയുടെ റിവ്യൂ ആണ്. 1995 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമായിരുന്നു സ്ഫടികം. ഭദ്രനാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കഥയും തിരക്കഥയും ഭദ്രൻ്റേത് തന്നെയാണ്. ആട് തോമ എന്ന നായിക കഥാപാത്രത്തെ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാൽ ആണ്. ഏകദേശം 200 ദിവസത്തിലധികം ഈ ചലച്ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയുണ്ടായി. വൻ ലാഭം നേടിയെടുത്ത ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു സ്ഫടികം. ഈ ചിത്രത്തിലൂടെ പ്രശസ്തനായ ഒരു നടനായിരുന്നു ജോർജ്. ഇതിലെ വില്ലൻ കഥാപാത്രം ചെയ്ത് ജോർജാണ്. ഈ സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തെ സ്ഫടികം ജോർജ് എന്നറിയപ്പെടാൻ തുടങ്ങി. ഇവരെ കൂടാതെ ഈ ചലച്ചിത്രത്തിൽ തിലകൻ, രാജൻ പി ദേവ്, നെടുമുടി വേണു, ഇന്ദ്രൻസ്, ഉർവശി, ചിപ്പി, KPSC ലളിത, സിൽക്ക് സ്മിത തുടങ്ങിയ പ്രമുഖരായ താരനിരകൾ ഈ ചിത്രത്തിൽ അണിനിരന്നു. ഇവരുടെ എല്ലാം ഒന്നിനൊന്നിന് മികച്ച അഭിനയ മികവ് കൊണ്ട് ചലച്ചിത്രം വളരെയധികം മികച്ചതായിട്ട് എന്നെന്നും ഓരോ മലയാളിയുടെ നാവിൻ തുമ്പിലും എത്തുന്ന ഒരു പ്രമുഖമായ ചലച്ചിത്രത്തിൻ്റെ പേരാണ് സ്ഫടികം. ഇതിൽ ചാക്കോമാഷ് എന്ന കണക്ക് അധ്യാപകൻ്റെ വേഷമാണ് തിലകൻ ചെയ്യുന്നത്. എന്നും നമ്മൾ തിലകനെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അധ്യാപകനെക്കുറിച്ച് ഓർക്കുമ്പോൾ, കണക്കെന്ന പ്രയാസമുള്ള വിഷയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു പേരാണ് തിലകൻ, അതായത് ചാക്കോമാഷ്. ഭൂമിയുടെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചാക്കോമാഷിനെ കളിയാക്കി എല്ലാവരും കടുവ എന്നാണ് വിളിക്കുന്നത്. ചാക്കോമാഷിൻ്റെ വീട്ടിൽ വളർത്തുന്ന തത്ത പോലും അദ്ദേഹത്തെ അങ്ങനെ ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നു. അത്ര സ്ട്രിക്റ്റായ ഒരു അധ്യാപകൻ, രക്ഷകർത്താവ് ആയിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. പഴയകാലത്തെ സ്ട്രിക്റ്റായിട്ടുള്ള അധ്യാപകരുടെ ഒരു പ്രതിനിധി, കണക്കധ്യാപകൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു ഇതിലെ ചാക്കോമാഷ്. അങ്ങനെ ധാരാളം ചാക്കോമാഷുമാർ പഴയകാലത്ത് അധ്യാപകരായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ജൂബയുടെ കൈ വെട്ടിക്കളഞ്ഞു. മകന് അദ്ദേഹത്തോടുള്ള കലിപ്പ് കൊണ്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൽ ആട് തോമ ആടിൻ്റെ ചോര കുടിക്കുന്നു. അതുപോലെ തന്നെ മുണ്ട് പറിച്ച് അടി, അതുപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെയുള്ള രംഗങ്ങൾ കൊണ്ടെല്ലാം ഇതിൽ വളരെയധികം നല്ല നർമ്മരംഗങ്ങൾ, സംഘട്ടന രംഗങ്ങൾ ഒക്കെ കൊണ്ട് ചലച്ചിത്രം വളരെയധികം മനോഹരമായിരിക്കുന്നു, മികവ് പുലർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിലെടുത്തു പറയേണ്ടതായിട്ടുള്ള അഭിനയമാണ് മോഹൻലാലിൻ്റേതായാലും രാജൻ പി ദേവ്, നെടുമുടി വേണു, പ്രത്യേകിച്ച് തിലകൻ, ഉർവശി, ചിപ്പി, KPSC ലളിത എല്ലാവരും അവരവരുടേതായിട്ടുള്ള റോളുകൾ വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. സിൽക്ക് സ്മിതയുടെ അഭിനയം ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ ഉർവശിയുടെ അഭിനയം നമുക്ക് മാറ്റി നിർത്താൻ ഇതിൽ സാധിക്കില്ല. തോമസിൻ്റെ കൂട്ടുകാരിയായിരുന്നു ഈ പെൺകുട്ടി. കൂട്ടുകാരിയായിട്ടാണ് ഇവൾ അഭിനയിക്കുന്നത്, തുളസി. അവൻ്റെ ഓർമ്മയിൽ അതുപോലെ തന്നെ റെയ്ബാൻ ഗ്ലാസ് വെച്ചാണ് എപ്പോഴും തോമ നടക്കുന്നത്. തോമയുടെ ലോറിയിൽ വണ്ടിയിൽ ചെകുത്താൻ എന്ന് അദ്ദേഹം പിതാവ് ചാക്കോമാഷ് പേരെഴുതി വയ്ക്കുന്നു. ഈ കഥയുടെ ഒടുവിൽ തൻ്റെ മകൻ ഒരു കരിക്കട്ടയല്ല സ്ഫടികമാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടിയാണ് ചലച്ചിത്രത്തിന് തിരശ്ശീല വീഴുന്നത്. സ്ഫടികം
അതാണ് സ്ഫടികം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ മകൻ ഇങ്ങനെ വളരുവാനുള്ള കാരണം അച്ഛൻ്റെ കർക്കശമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണ്. കുഞ്ഞിലേ മുതൽ തന്നെ ഈ കുഞ്ഞിനെ വളരെ സ്ട്രിക്റ്റായിട്ട് അച്ഛൻ പറയുന്ന വഴിയിലൂടെ, അല്ലെങ്കിൽ ഒരു കണക്ക് മാഷിൻ്റെ മകൻ കണക്കിൽ മിടുക്കനാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അച്ഛൻ മകനെ ശിക്ഷിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും. അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് ഈ മകൻ വളർന്നു വരുന്നില്ല. അവൻ്റെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലായിരുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് എൻജിനീയറിങ് സ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു ഈ മകൻ്റെ ശ്രദ്ധ മുഴുവൻ. അവൻ്റെ ജന്മനാ ഉള്ള ഒരു വാസന. ഇതിനകത്ത് ഈ കഥയിലൂടെ പറയുന്നത് കുട്ടികളുടെ ജന്മനായുള്ള വാസനകൾ, കഴിവുകൾ അടിച്ചമർത്താൻ പാടില്ല. അതായത് കുട്ടികളെ അവരുടെ വഴിക്ക് വിടുക എന്നാണ് ഇതിലെ കഥാകാരൻ, സംവിധായകൻ, സിനിമ ആസ്വാദകരോട് പറഞ്ഞ് നിർത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടിയെ വളരെയധികം ശിക്ഷിക്കുകയും അവനെ ഒരു ക്ലാസ്സിൽ തോൽപ്പിക്കുന്നു. കണക്ക് ഒന്നുകൂടി മിടുക്കനായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ക്ലാസ് പരീക്ഷയിൽ തോൽപ്പിക്കുകയും അങ്ങനെ അവൻ നാട് വിടുകയുമാണ് ചെയ്യുന്നത്. നാട് വിട്ടുപോയി 14 വർഷങ്ങൾക്ക് ശേഷമാണ് ആടുതോമയായിട്ട് തിരിച്ചു വരുന്ന രംഗങ്ങളാണ് കഥയിൽ ഉള്ളത്. അപ്പോൾ നാട്ടിൽ വന്ന് അവനൊരു ഗുണ്ടയായിട്ട് പെരുമാറുന്നു. അതിൽ അച്ഛൻ അനുകൂലിക്കുന്നില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നു. ഒടുവിൽ അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹം, ഈ രംഗങ്ങൾക്കെല്ലാം ശേഷം അച്ഛനും മകനും തമ്മിൽ നല്ല സ്നേഹമാവുകയും മകനെ അച്ഛൻ തിരിച്ചറിയുകയും അവരൊന്ന് ചേരുന്നതുമായിട്ടുള്ള കഥാഗതിയാണിതിൽ ഉണ്ടാകുന്നത്. അങ്ങനെയെല്ലാം എക്കാലത്തെയും മികച്ച ഒരു ചലച്ചിത്രമായിരുന്നു സ്ഫടികം. അങ്ങനെ ആടുതോമയുടെ മുണ്ടുപറിച്ചടി ഒക്കെ ഇന്നും ആളുകൾ തിയേറ്ററുകളിൽ ഏറ്റെടുത്തിരുന്ന അതാണ്. അതിനൊന്നും ഒരു മങ്ങലും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഉർവശിയുടെ അഭിനയം വളരെ മികച്ചതായിരുന്നു. ഇതിലെ ഗാനങ്ങളെല്ലാം നല്ല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം SP വെങ്കടേഷ്. എന്തുകൊണ്ടും മികച്ച ചിത്രമാണ്. എന്നും ഇത് കാണുവാൻ നമുക്ക് താല്പര്യമാണ്.